നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ശ്രീയും അവളും തമ്മില് ഉടക്കിയതാ. അങ്ങനെ വെറുതെ ഉടക്കിയതല്ല. ഞങ്ങൾക്കിടയില് അതിനു മാത്രം ഒരു ഇഷ്യൂസും ഇല്ലായിരുന്നു. നിതീഷേട്ടനും നന്ദിതയുമായിട്ടുള്ള അടുപ്പത്തിന്റെ ഉത്തരവാദിത്തം എന്റെ തലയിലാ ശ്രീ വെച്ച് കെട്ടിയിരിക്കുന്നെ. ഇവര് തമ്മില് പ്രേമത്തിലായതിന് ഞാൻ എങ്ങനെ ഉത്തരവാദിയാവും? നിതീഷേട്ടനായിട്ടുള്ള ബന്ധം കാരണം നീ അബദ്ധത്തിൽ ചെന്ന് ചാടുമെന്ന് അവളെ ആദ്യം ഉപദേശിച്ചത് ഞാനാ. അന്ന് ഞാൻ പറഞ്ഞത് അവള് കേട്ടിരുന്നെങ്കിലേ വയറ്റിലൊരു കുഞ്ഞിനെയും ചുമന്ന് ഇങ്ങനെ നടക്കേണ്ട ഗതികേട് അവക്കുണ്ടാവില്ലായിരുന്നു. എന്നിട്ടിപ്പോ വാദിയായി ഞാൻ പ്രതിയായി. ഞാനാ പോലും ഈ കുഴപ്പങ്ങൾക്കെല്ലാം കാരണക്കാരി. നന്ദിതയുടെ കല്യാണം മുടങ്ങിയതറിഞ്ഞ് ശ്രീയുടെ അമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വന്നതുപോലും ഇപ്പൊ എന്റെ തലയില. ഒടുവില് ഗിരിയേട്ടനെ കൊണ്ട് ഞാൻ നന്ദിതയുടെ കല്യാണക്കാര്യം സമ്മതിപ്പിക്കുകയാണെങ്കിൽ മാത്രം അവിടെ തുടർന്നാ മതിയെന്ന് വരെ ശ്രീ പറഞ്ഞപ്പോഴാ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോന്നത്. മോളെ, വഴക്കുണ്ടാവുമ്പോ ആളുകൾ അങ്ങനെ പലതും പറയില്ലേ മോളെ? അതിനെയൊക്കെ ഇങ്ങനെ സീരിയസ് ആയിട്ട് എടുത്താ എങ്ങനെയാ മോളെ? അയ്യടാ, അത് കൊള്ളാം. ഇത്രയ്ക്ക് ഉണ്ടായിട്ട് ഞാൻ വീണ്ടും അവിടെ കടിച്ചു തൂങ്ങി തുടരണമായിരുന്നു അല്ലേ? നിതീഷേട്ടാ, ഒരു കാര്യം ഓർത്തോ, നിങ്ങളെല്ലാരും കൂടെ കളിച്ച് കളിച്ച് ഇല്ലാതാവാൻ പോകുന്നത് എന്റെ ജീവിതം. അന്നേ ഞാൻ പറഞ്ഞതാ നന്ദിതയുടെ പുറകെയുള്ള ഈ കറക്ക അവസാനിപ്പിക്കാൻ. ഏട്ടനത് കേട്ടോ? ഇല്ലല്ലോ. ഈ കല്യാണം നടത്താന്ന് അമ്മ വാക്ക് പറഞ്ഞതല്ലേ? ആ വാക്ക് വിശ്വസിച്ചല്ലേ ഞാനന്ന് നന്ദിതയുടെ അടുത്ത് അമ്മയെ കൂട്ടിക്കൊണ്ടുപോയത്. അന്ന് ഞാനത് ചെയ്യാതിരുന്നെങ്കിൽ ഇപ്പോഴും എവിടെയെന്ന് പോലും ആരെയും അറിയിക്കാതെ അവള് ജീവിച്ചേനെ. അവളിന് ചത്താലും ജീവിച്ചാലും അതൊന്നും എന്നെ ബാധിക്കത്തേ ഇല്ലായിരുന്നു. മോളെ, അതൊക്കെ ഞങ്ങള് സത്യസന്ധമായിട്ട് ചെയ്ത കാര്യങ്ങളായിരുന്നു. പക്ഷേ അമ്മ അതിനെക്കുറിച്ചൊരു അക്ഷരം മിണ്ടിപ്പോവരുത്. സത്യസന്ധമായിട്ട് പറഞ്ഞതാണ് പോലും. ആ പറഞ്ഞതില് എന്തെങ്കിലും സത്യം ഉണ്ടായിരുന്നെങ്കിൽ ഇവരുടെ കല്യാണം എന്നേ നടന്നേനെ. അത് പിന്നെ എടി, കല്യാണം എല്ലാം ഉറപ്പിച്ചതല്ലായിരുന്നോ? അവസാന നിമിഷം ഗിരിയേട്ടൻ ഒടക്ക് പറഞ്ഞതുകൊണ്ടല്ലേ? എനിക്ക് നിങ്ങളുടെ ആരുടെ ന്യായീകരണമൊന്നും കേൾക്കണ്ട. ഈ കല്യാണം എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും നടത്തിയേ പറ്റൂ. അല്ലെങ്കിലേ അത് ബാധിക്കാൻ പോകുന്നത് എന്റെ ഫാമിലി ലൈഫിനെയാ. ഇതിന്റെ പേരിൽ ശ്രീയും ഞാനും തമ്മിലുള്ള ബന്ധം അത്രയ്ക്ക് വഷളായി കഴിഞ്ഞു. അതൊരു ഡൈവോഴ്സിലേക്ക് എത്തുന്നത് വരെ എല്ലാരും കൂടെ ചേർന്ന് കളിക്കരുത്. എനിക്കതേ പറയാനുള്ളൂ. മോളെ, നീ എന്തൊക്കെ ഈ പറയുന്നേ? പച്ചയായ സത്യം. കാരണം ഈ കല്യാണം മുടങ്ങിയതിന്റെ പേരില് ശ്രീ നിങ്ങളേക്ക് അത്രയ്ക്ക് വെറുത്തു കഴിഞ്ഞു. കൂട്ടത്തിലെ എന്നെയും. ഇതിനിപ്പോ എന്താമേ ഒരു പരിഹാരം? ഇതിനും മാത്രമല്ല, എല്ലാത്തിനും ഉള്ളത് ഒരേ ഒരു പരിഹാരം തന്നെയാ. അത് ഞാൻ മുമ്പേ പറഞ്ഞതല്ലേ, ഇവന്റെ കല്യാണം. ഒരു കണക്കിന് ഈ സംഭവിച്ചതൊക്കെ നന്നായി. ഇതിന്റെ പേരിൽ സനുവിനും ശ്രീക്കും ഇടയ്ക്ക് വഴക്കുണ്ടായത് നന്നായി. ഗിരിക്കിനി ഇതിൽ ഇടപെടാതിരിക്കാൻ പറ്റില്ല. എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞങ്ങൾ ആരെങ്കിലും ജീവനോട് ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ടാണോ? നിങ്ങളുടെ ഭർത്താവിന്റെ തീരുമാനം കാരണം ഞങ്ങൾ ഇവിടെ ആരും ആത്മഹത്യയൊന്നും ചെയ്തിട്ടില്ല. ശ്രീകുടാ, എടാ, ഞാൻ പറയുന്നൊന്ന് കേക്കടാ. വേണ്ട, കൂടുതൽ വിശദീകരണങ്ങളൊന്നും വേണ്ട. സ്വന്തം ഭർത്താവിനെ ന്യായീകരിക്കാനാണ് ഈ വരവെങ്കിൽ ആ ന്യായങ്ങളൊന്നും ഇവിടെ വിളമ്പൊന്നും വേണ്ട. ഇപ്പൊ തന്നെ ഇറങ്ങി പോകുന്നതായിരിക്കും നല്ലത്. അല്ല, സത്യത്തിൽ നിങ്ങളുടെ ഭർത്താവിന് എന്തെങ്കിലും മാനസിക പ്രശ്നമുണ്ടോ? അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. ആ രീതിയിലാണല്ലോ അയാളുടെ പെരുമാറ്റം. രണ്ട് വീട്ടുകാരും കൂടി തീരുമാനിച്ചുറപ്പിച്ചൊരു കല്യാണം ഒരു സുപ്രഭാതത്തിൽ വേണ്ടെന്ന് വെക്കാൻ അയാൾ ആരാന്ന് അയാളുടെ വിചാരം? ഇത്രയും വലിയൊരു തെമ്മാടിത്തരം കാണിച്ചിട്ട് അയാളൊന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ ആ വീട്ടിൽ ആരും ഇല്ലേ? അല്ല, അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കോ? ശ്രീ, എടാ, കാര്യങ്ങൾ അറിയാതെ നീ ഇങ്ങനെ കത്തിക്കേറലടാ. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള കാരണങ്ങളുണ്ട് ശ്രീ. മതി, ന്യായീകരിക്കാനുള്ള വരവാണെങ്കിൽ വേണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു.
ഒന്നുമില്ലെങ്കിലും നിങ്ങൾ അയാളുടെ ഭാര്യയല്ലേ സുമിത ചേച്ചി? ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ ചേച്ചി വിചാരിച്ച കഴിയില്ലായിരുന്നോ? സ്വന്തം അനിയത്തിയുടെ ജീവിതം ഇല്ലാതാവാൻ പോകുന്ന അതെങ്കിലും ഓർത്ത്. ഒന്നും ഞാൻ ഓർക്കാതെയല്ല ശ്രീകുട്ട. എടാ എടാ ചേച്ചീനൊന്ന് മനസ്സിലാക്കടാ. ഞാൻ ഗിരിയുടെ പറഞ്ഞു നോക്കിയതാ പലതവണ. പിന്നെന്താ അയാൾക്ക് പറഞ്ഞാ മനസ്സിലാവാത്തെ? ഞാൻ പറഞ്ഞില്ലേ ശ്രീ, ഗിരിക്ക് ഗിരിയുടേതായിട്ടുള്ള ശക്തമായ കാരണങ്ങളുണ്ടാവും. ഒരു പെൺകുട്ടിയുടെ ജീവിതം ഇല്ലാതാക്കാൻ, അവളുടെ കല്യാണം മുടക്കാൻ ഒരു കാരണങ്ങളല്ല ചേച്ചി. എത്രയോ നാളൊരു കല്യാണം നടക്കാതെ ഇവിടെ ഇരുന്ന പുര നിറഞ്ഞിരുന്ന ചേച്ചിയെ പോലെ ഒരാൾ ഒരിക്കലും ഇതൊന്നും പറയരുതായിരുന്നു. നമ്മുടെ നന്ദുവിനോട് നിതീഷ് കാണിച്ചതാ ആദ്യത്തെ തെമ്മാടിത്തരം. അതിനയാളുടെ ഏട്ടൻ എന്ന നിലയില് ഗിരിധർ നമ്പ്യാർക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ല ചേച്ചി. കാര്യങ്ങൾ പരിഹരിക്കേണ്ട ആളായ ഗിരിധർ നമ്പ്യാര് അനിയന്റെ തെറ്റുകൾക്കൊക്കെ കുടപിടിച്ചു കൊടുക്കുകയാണോ ചെയ്യേണ്ടത്? എന്തടിസ്ഥാനത്തിലാ അയാൾ നന്ദുവിനോട് ഇങ്ങനൊരു അന്യായം കാണിക്കുന്നത്? ഭാര്യയും ഭർത്താവും കൂടി കാരണോണ്ടെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അത് വ്യക്തമായി പറയാനുള്ള മര്യാദ കൂടി അയാൾ കാണിക്കണം. എല്ലാവരുടെ അടുത്തും തുറന്നു പറയാനില്ലല്ലോ മോനെ. ചേച്ചി സ്വന്തം ഭർത്താവിനെ ന്യായീകരിക്കാണ് ഇപ്പോഴും ചെയ്യുന്നത്. അല്ല, ചേച്ചിയുടെ കൂറ് മുഴുവൻ ഇപ്പോഴും ആ കുടുംബത്തിലാ. ഞങ്ങളൊക്കെ ചേച്ചിക്ക് ആരും വല്ലതായല്ലേ. ചേച്ചിക്ക് നമ്മുടെ കുടുംബത്തോടും സ്വന്തം അനിയത്തിയോടും ഒരു തരിമ്പെങ്കിലും ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ സ്വന്തം ഭർത്താവിനെ പറഞ്ഞ് മനസ്സിലാക്കി ഈ കല്യാണം നടത്തുകയല്ലേ ചേച്ചി വേണ്ടത്. അതല്ലാതെ സഹതാപത്തിന്റെ പോയ്മുഖം എടുത്തണിഞ്ഞ് ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ എന്ന വ്യാജേന ഇങ്ങനെ ഇങ്ങോട്ട് കയറി വരികയല്ല വേണ്ടിയിരുന്നത്. ഗിരിധർ നമ്പ്യാരെ ന്യായീകരിച്ച് നിങ്ങൾ പറയാൻ കണക്കാക്കി കൊണ്ടുവന്ന കാര്യം ഇവിടെ ആർക്കും കേൾക്കണ്ട. ഈ കുടുംബത്തിന് വേണ്ടി ജീവിച്ച ഒരു ചേച്ചി എനിക്കുണ്ടായിരുന്നു. അവരെ പക്ഷേ പൂർണ്ണമായി ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. എന്റെ മുന്നിൽ നിൽക്കുന്നത് എന്റെ പഴയ സുമിതേച്ചിയല്ല, ഞങ്ങളൊക്കെ വെറുത്തു കഴിഞ്ഞ മറ്റൊരാളാ. നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? നിങ്ങൾ എന്റെ ചേച്ചിയാണോ ശത്രുവാണോ? മോളെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾ ഇനി ഒരു അക്ഷരം മിണ്ടണ്ട, എനിക്കൊന്ന് കേൾക്കാൻ വേണ്ട. നിങ്ങൾ പറയാൻ പോകുന്നത് നിങ്ങളുടെ ഭർത്താവിന്റെയും അയാളുടെ അനിയന്റെയും ഭാഗത്തു നിന്നുള്ള ന്യായങ്ങളായിരിക്കും. എന്റെ ജീവിതം തകർന്ന നിങ്ങൾക്കൊരു ചുക്കുമില്ല. സ്വന്തം ജീവിതവും നിലനിൽപ്പും മാത്രം നോക്കുന്ന ഒരു അവസരവാദിയാണ് നിങ്ങള്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.